ഹലോ. ഇന്ന് അധികം ആരും കാണാൻ ചാൻസ് ഇല്ലാത്തൊരു സംഭവമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ പേരെന്താണെന്നറിയോ? മലമ്പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ പരിചയം ഉണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൂമങ്കലം എന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പം ഇതിൻ്റെ സീസൺ ആകുമ്പോൾ നമുക്ക് മലകളിലൊക്കെ പോയാൽ ഇഷ്ടം പോലെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കിട്ടുമ്പം നമ്മളുടെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതേപോലെ കട്ട് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ കട്ട് ചെയ്യട്ടോ. മുഴുവനായിട്ട് കട്ട് ചെയ്ത് വേർപ്പെടുത്താൻ പാടില്ല. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് പുറത്തെടുക്കുക കേട്ടോ. അതിൻ്റെ വിത്തുകളും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടാവും. അതൊക്കെ ഒന്ന് പുറത്തെടുക്കുക. അപ്പം അതിൻ്റെ ഉള്ളിലായിട്ട് കുറേ അറകൾ പോലെ ഉണ്ടാവും. അപ്പം ഈ ഒരു സംഭവം കുറച്ച് ഇളയതാണ് കേട്ടോ. നല്ല മൂത്തതാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അറകൾ നമ്മൾ പെട്ടെന്നൊന്നും പോരാത്ത രീതിയിലുള്ള അറകൾ ഉണ്ടാവും. അപ്പം ഇത് കുറച്ച് ഇളയതാണ്, മൂപ്പ് കുറവുള്ളതാണ് കേട്ടോ. അപ്പം അത് ആ ഒരു ലെയറൊക്കെ നമ്മൾ കൈയിട്ടെടുക്കുമ്പം ചെറുതായിട്ട് പോരുന്നുണ്ട്. ഇങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞതിന് ശേഷം നമ്മളത് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പം ഇത്രയാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പം ഇത് ശരിക്കും ഒരു കലത്തിൻ്റെ പോലെ തന്നെ ഉണ്ടല്ലേ, അതുകൊണ്ടായിരിക്കും ഇതിനെ കൂമങ്കലം എന്ന് പറയുന്നത്. എന്താ അറിയില്ല, എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൂമങ്കലം എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ നമ്മളിത് കുക്ക് ചെയ്യുന്നത് ഒരു കലത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ചകിരിയുടെ നാരുണ്ടല്ലോ, ഇതേപോലെ ചകിരിയുടെ നാരെടുത്തിട്ട് കഴുകിയതാണ് കേട്ടോ ഇത്. പിന്നെ അല്ലെങ്കിൽ വൈക്കോൽ വേണമെങ്കിൽ വൈക്കോൽ എടുക്കാം. പിന്നെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചരി കുതിർത്ത് അരച്ചത്, അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ചെറിയ ജീരകം വറുത്ത് കൊടുക്കുക, ഏലക്കായും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അരച്ച് കൊടുക്കുക, ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് അരച്ച് കൊടുക്കുക. അതാണ് നമ്മളിതിൽ ഫില്ലിങ്സ് നിറക്കുന്നത് കേട്ടോ. പിന്നെ ആ ഒരു അടപ്പ് നമുക്ക് ഇതേപോലെ അടച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കുറച്ച് വെള്ളമേ പാടുള്ളൂ കേട്ടോ. ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ മൂടി വെക്കുക. ഓക്കെ. അപ്പോൾ നമ്മളിതിൽ തരി വേണമെന്നുണ്ടെങ്കിൽ, മാവിൽ കുറച്ച് തരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റവ കൂടി ചേർക്കുക. റവ ഒന്ന് ചെറുതായിട്ട് വേവിച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം വെന്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നിറച്ച് കൊടുത്തതിനേക്കാൾ ഒന്നും കൂടെ ഇത് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മളിത് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ പുറത്തുള്ള തോടൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കുക. അപ്പം ഇതേപോലെ പൊളിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് മൂപ്പ് കുറഞ്ഞ കൂമങ്കലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ പൊട്ടി പോരുന്നത്. ഇതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ ലെയറൊക്കെ പൊട്ടി വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പൊളിച്ചെടുക്കുമ്പം നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. പൊളിച്ചെടുക്കുമ്പോൾ തന്നെ അടർന്ന് പോരും കേട്ടോ. അതേപോലെ അതിൻ്റെ ഓരോ ലെയറിൻ്റെ ഉള്ളിലും അതിൻ്റെ ഒരു ആര് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല മൂപ്പുള്ളതാണെങ്കിൽ ഇതൊക്കെ അതിൻ്റെ ആരാണ് കേട്ടോ. അപ്പോൾ നല്ല മൂപ്പുള്ള സാധനമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുത്താൽ കിട്ടും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്ന് അറിയിക്കുക. അതേപോലെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താണ് പേരെന്നുള്ളത് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൂമങ്കലം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.